Hi all, welcome to Steadicom MLT Academy. Kerala PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 14 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോകെമിസ്ട്രിയിലെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഇലക്ട്രോഫോറസിസിന് റിലേറ്റഡ് ആയിട്ട് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. So first question, electrophoresis is a separation technique mainly based on option A, size, option B, charge of particle, option C, affinity, option D, shape. Correct answer ഏതാണ്? യെസ്, ചാർജ് ഓഫ് പാർട്ടിക്കിൾ. അതായത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്കിൽ മെയിൻലി എന്തിന്റെ ബേസിലാണ് ഈ സെപ്പറേഷൻ നടക്കുന്നതെന്ന്. സോ ഇവിടെ നമുക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട് മെയിൻലി എന്നുള്ളത്. സോ അതുകൊണ്ട് മെയിൻലി ചാർജ് ഓഫ് പാർട്ടിക്കിൾസിന്റെ ബേസിലാണ് ഇലക്ട്രോഫോറസിസിൽ സെപ്പറേഷൻ നടക്കുന്നത്. പക്ഷേ ചാർജ് ഓഫ് പാർട്ടിക്കിളിന് മാത്രമല്ല, അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി മെയിൻലി എന്ന് എടുത്ത് ചോദിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ബി ആണ് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ഇലക്ട്രോഫോറസിസ്, എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് മോളിക്യൂൾ യൂസിങ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിൽ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പൊ ചാർജ് ഉള്ള പാർട്ടിക്കിളെ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. ഇപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ ചാർജ്ഡ് പാർട്ടിക്കിൾ? ഇപ്പൊ DNA നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. RNA, പ്രോട്ടീൻസ്, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ, ഇലക്ട്രോഫോറസിസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ. സോ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയും നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കാറ്റയോൺ എന്നാണ് പറയുന്നത്. ഈ കാറ്റയോണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാഥോഡ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് പോകും. അപ്പൊ കാറ്റയോണ് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ഇനി നമ്മളുടെ പാർട്ടിക്കിൾസ്, നമ്മൾ അയോൺസിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ആനയോൺസ്. ആനയോൺസ് ആണെങ്കിൽ അതെങ്ങോട്ടാണ് പോകുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക്. അതിനെ നമ്മൾ പറയാ ആനോഡ് എന്നാണ്. സോ ആനോഡിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ ആണോ? പോസിറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ നമ്മള് ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിൽ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അതായത് കാറ്റയോൺ കാഥോഡിലേക്കും ആനയോൺ ആനോഡിലേക്കും മൂവ് ചെയ്യും. സോ ഇവിടെ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ആനോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ഇലക്ട്രോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കാഥോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് എന്തിന്റെ ബേസിലാണ് സെപ്പറേറ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ അത് ഒന്നിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് സൈസ്. കാരണം എന്താന്ന് വെച്ചാല് ലാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സൈസ് കൂടി, അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയും, സൈസ് ഓവർ മോളിക്കുലാർ വെയിറ്റ്. അപ്പൊ മോളിക്കുലാർ വെയിറ്റ് കൂടിയത് സ്ലോലി എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. ഓ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞതാണെങ്കിലോ അത് ഫാസ്റ്റ്ലി മൂവ് ചെയ്യും. അപ്പോൾ സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും?
സ്പീഡിൽ മൂവ് ചെയ്യും, അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ള ലാർജർ ആയിട്ടുള്ള മോളിക്യൂള് സ്ലോലിയേ മൂവ് ചെയ്യുള്ളൂ. അപ്പൊ രണ്ടെണ്ണത്തിന്റെ ബേസിലാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ചാർജിന്റെ ബേസിലും സൈസിന്റെ ബേസിലും ആണ് ശരിക്കും സെപ്പറേഷൻ നടക്കുന്നത് അല്ലെ. മെയിൻലി ബേസ്ഡ് ഓൺ ചാർജ് ആണെങ്കിലും സൈസ് എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഇലക്ട്രോഫോറസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഇവിടെ ഈ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്ത് അതിൽ സപ്പോർട്ടിംഗ് മീഡിയ പലതും യൂസ് ചെയ്യാറുണ്ട്. സോ ഏത് സപ്പോർട്ടിംഗ് മീഡിയ ആണോ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോഫോറസിസ് ആണെന്ന് നമ്മൾ പറയാറുള്ളത്. നമ്മൾ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, അല്ലെങ്കിൽ പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, അങ്ങനെയൊക്കെ പലതും പറയാറുണ്ട് അല്ലെ. അപ്പൊ ഏത് സപ്പോർട്ടിംഗ് മീഡിയ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോഫോറസിസ് ആണെന്ന് പറയാം. അപ്പൊ ഏതൊക്കെ സപ്പോർട്ടിംഗ് മീഡിയ നമുക്ക് യൂസ് ചെയ്യാം? അതിൽ ഫസ്റ്റ് വൺ ആണ് അഗാറോസ് ജെൽ. ഈ അഗാറോസ് ജെൽ എന്ന് പറയുന്നത് അഗാർന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. അഗാറോസ് ജെൽ. സോ നമ്മൾ ഈ അഗാറോസ് 1% അഗാറോസ് ആണ് നമ്മൾ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിന് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് പ്രോട്ടീനും DNA-യും അതുപോലെ ഹിമോഗ്ലോബിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിന് നമ്മൾ 1% അഗാറോസ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ അഗാറോസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 65% ആണ്. സോ ഇപ്പൊ നമ്മൾ അഗാറോസ് ജെല്ല് വഴി ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 പ്രോട്ടീൻ ബാൻഡ്സ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ 6 പ്രോട്ടീൻ ബാൻഡ്സ്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ഒക്കെ സോറി വേറെ വീഡിയോ അല്ല, മറ്റൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് പ്രോട്ടീന്റെ ഇലക്ട്രോഫോറസിസിന് മാത്രമല്ല, ലാർജ് ആയിട്ടുള്ള DNA RNA മോളിക്യൂളിന്റെ ഇലക്ട്രോഫോറസിസിനും ഈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ അലഗാറോസ് ജെൽ സ്യൂട്ടബിൾ ആണ്. അപ്പൊ എന്തിനൊക്കെ നമുക്ക് അലഗാറോസ് ജെൽ യൂസ് ചെയ്യാം? ലാർജർ DNA അതുപോലെ RNA-ക്കും പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിന് നമുക്ക് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ അഗാറോസ് ജെൽ സപ്പോർട്ടിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ഷോർട്ട് ടേം ആണ് പേജ് എന്നുള്ളത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ പേജിന്റെ ഫുൾ ഫോം എന്താന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പൊ പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. എങ്ങനെ ഈ പോളി അക്രിലാമൈഡ് കിട്ടുകയെന്ന് വെച്ചാൽ ഈ അക്രിലാമൈഡിന്റെ പോളിമറൈസേഷൻ വഴിയാണ് നമുക്ക് ഈ പോളി അക്രിലാമൈഡ് കിട്ടുന്നത്. ഈ പോളിമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്നത് ടെമഡ് ആണ്. ടെമഡ് എന്ന് പറഞ്ഞാൽ ടെട്രാമീഥൈൽ എഥിലിൻ ഡയമീൻ ആണ്. സോ ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അമോണിയം പെർസൾഫേറ്റ് റൈബോഫ്ലേവിൻ ആണ്. ഓക്കെ, അപ്പോ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, ഈ പോളി അക്രിലാമൈഡ് ജെല്ലിന്റെ അല്ലെങ്കിൽ അക്രിലാമൈഡിന്റെ പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ്? ടെട്രാമീഥൈൽ എഥിലിൻ ഡയമീൻ ആണ്. അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അമോണിയം പെർസൾഫേറ്റ് ആണ്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി പേജ് അല്ലെങ്കിൽ പോളി അക്രിലാമൈഡ് ജെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എത്രയാണ്? 10 to 20% പോളി അക്രിലാമൈഡ് ആണ്. നേരത്തെ അഗാറോസ് പ്രോട്ടീനെ യൂസ് ചെയ്യുന്നത് 1% ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ പോളി അക്രിലാമൈഡ് യൂസ് ചെയ്യുന്നത് 10 to 20% ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് നമ്മളെ ഈ STS പേജ് എന്ന് പറയുന്നത്. STS എന്ന് പറയുന്നത് ഒരു ഡിറ്റർജന്റ് ആണ്. നമ്മൾ മറ്റൊരു സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്നാലും ഇതൊരു ഡിറ്റർജന്റ് ആണ്. കാരണം നമുക്ക് ഈ പ്രോട്ടീന് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ചാർജ് ആണോ പോസിറ്റീവ് ചാർജ് ആണോ എന്ന് പറയാൻ പറ്റും. കാരണം ചിലത് നെഗറ്റീവ് ആയിരിക്കും, ചിലത് പോസിറ്റീവ് ആയിരിക്കും. കാരണം അതിൽ കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആവുന്ന സമയത്ത് അതിന്റെ നെറ്റ് ചാർജ് വാരി ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യും. നമുക്കൊരു ഡിനാച്ചുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യും. അതിനാണ് നമ്മൾ ഈ SDS യൂസ് ചെയ്യുന്നത്. സോ അതിനുശേഷം പിന്നെ നമുക്ക് വരുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്യൂർലി എന്തിന്റെ ബേസിലായിരിക്കും? സൈസിന്റെ ബേസിലായിരിക്കും. ആദ്യം നമ്മൾ പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യും. SDS വെച്ച് ഡീനാച്ചുർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ആ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യും. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ ഡിനാച്ചുർ ചെയ്തതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് സൈസിന്റെ ബേസിലായിരിക്കും. നമ്മളിവിടെ
സ്റ്റോക്കിംഗ് ജെല്ലും അതുപോലെ സെപ്പറേറ്റിംഗ് ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്കിംഗ് ജെല്ലായിട്ട് നമ്മൾ 4% ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിന്റെ പ്രോട്ടീനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളതാണ് ഈ സ്റ്റോക്കിംഗ് ജെല്ലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ സെപ്പറേറ്റിംഗ് ജെൽ എന്ന് പറയുന്നത് നമ്മൾ ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഈ SDS പേജ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 20 പ്രോട്ടീൻ ബാൻഡ്സ് അല്ലെങ്കിൽ 20+ പ്രോട്ടീൻ ബാൻഡ്സ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ അഗാറോസ് ജെൽ വഴി സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് 6 പ്രോട്ടീൻ ബാൻഡ്സ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ SDS പേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 20+ പ്രോട്ടീൻ ബാൻഡ്സ് കിട്ടുന്നതാണ്. നമുക്ക് മോളിക്കുലാർ വെയിറ്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടും അതായത് പ്രോട്ടീന്റെ മോളിക്കുലാർ വെയിറ്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു SDS എന്ന് പറഞ്ഞാല് സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ചിലപ്പോ അതും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു. ഈ SDS പേജിൽ SDS എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡ്സ് ഫോർ SDS എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു സെൻസ് ചോദിക്കാം. സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് എന്നുള്ളതാണ് ഈ SDS-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, SDS പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യും, എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, സൈസിന്റെ ബേസിൽ സെപ്പറേറ്റ്. സോ അവിടെ ഒരു സ്റ്റോക്കിംഗ് ജെൽ, പ്രോട്ടീനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോക്കിംഗ് ജെല്ലും ഉണ്ടാവും, പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റിംഗ് ജെല്ലുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സെല്ലുലോസ് അസറ്റേറ്റ്. സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ അസറ്റലേറ്റഡ് ആയിട്ടുള്ള സെല്ലുലോസ് എന്നാണ് ഇത് വരുന്നത്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിന്. അപ്പോൾ HB ഇലക്ട്രോഫോറസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലുലോസ് അസറ്റേറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇലക്ട്രോഫോറസിസ് ആണ്, ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇലക്ട്രോഫോറസിസിലെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ് ഈ ഇലക്ട്രോഫോറസിസിന് വേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബഫർ. നമ്മൾ ഈ ഒരു ഇലക്ട്രോഫോറസിസ് നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിൽ ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ ബഫർ എന്ന് പറയുന്നത് നമുക്ക് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളുടെ ഈ ഒരു ഇലക്ട്രോഫോറസിസിലെ ഈ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബഫറിന്റെ പർപ്പസ്. നമുക്കൊരു കറക്റ്റ് pH ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ pHും അതിന്റെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ബഫറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബാർബ്യൂട്ടറേറ്റ് ബഫർ, ട്രിസ് ബഫർ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 8.6 to 8.8 ഒക്കെ ആയിരിക്കും അതിന്റെ pH വരുന്നത്. ഓക്കെ, സോ സപ്പോർട്ടിംഗ് മീഡിയം. ബഫർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് സപ്പോർട്ടിംഗ് മീഡിയം. അത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ. അഗാറോസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പോളി അക്രിലാമൈഡ് ജെൽ ആവാം, സെല്ലുലോസ് അസറ്റേറ്റ് ആവാം. ഇതൊക്കെ എന്താണ്, സപ്പോർട്ടിംഗ് മീഡിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സാമ്പിൾ വേണം. നമുക്ക് എന്തിനെയാണോ ഇലക്ട്രോഫോറസിസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ബേസ് ആയിരിക്കും നമ്മൾ ഏത് സാമ്പിൾ എടുക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ആണ് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ എടുക്കുന്ന സാമ്പിൾ എന്തായിരിക്കും, സെറം ആയിരിക്കും. ഇനി ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ആണ് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ സെറം എടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലെ. നമ്മൾ അവിടെ ഹീമോലൈസേറ്റ് ആയിരിക്കും എടുക്കേണ്ടത്. അതായത് ബ്ലഡിനെ എടുത്തിട്ട് അല്ലെങ്കിൽ RBCനെ എടുത്തിട്ട് നമ്മൾ അതിനെ ഹീമോലൈസേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് RBCനെ പൊട്ടിച്ച് നമ്മൾ ഹീമോഗ്ലോബിൻ അതിന്ന് സെപ്പറേറ്റ് ചെയ്യും, ഹീമോലൈസേറ്റ് ആണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. ഇനി ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ആണെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ടത് EDTA പ്ലാസ്മയാണ്. ഓക്കെ, സെറം ഇലക്ട്രോഫോറസിസിന് അല്ലെങ്കിൽ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിന് സെറം ആണെങ്കിൽ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിന് ഹീമോലൈസേറ്റ് ആണ് എടുക്കേണ്ടത്. ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിനാണെങ്കിൽ നമ്മൾ പ്ലാസ്മയാണ് എടുക്കുന്നത്. ഓക്കെ, സോ സാമ്പിൾ മറ്റൊരു കമ്പോണന്റ് ആണ്. ഇനി നെക്സ്റ്റ് ട്രാക്കിംഗ് ഡൈ ആണ്. ട്രാക്കിംഗ് ഡൈ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ വിഷ്വൽ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിളായിട്ട് മിക്സ് ചെയ്യുന്ന ഡൈനെയാണ് നമ്മൾ ട്രാക്കിംഗ് ഡൈ എന്ന് പറയുന്നത്. സോ അത് ഓരോ ട്രാക്കിംഗ് ഡൈസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സാമ്പിൾ പ്ലേസ്മെന്റ്, ഏകദേശം നമ്മളെ ജെല്ല് എഡ്ജ് ഒരു 1 സെന്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ സാമ്പിൾ പ്ലേസ് ചെയ്യേണ്ടത്. ഏറ്റവും ടിപ്പ് അല്ലെങ്കിൽ എഡ്ജ് കൊണ്ടുപോയി സാമ്പിൾ പ്ലേസ് ചെയ്യരുത്. നമ്മളൊരു ജെല്ലിലാണെങ്കിൽ നമ്മൾ സാമ്പിൾ പ്ലേസ് ചെയ്യുന്ന ഒരു സാമ്പിൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാവും. അത് ഏകദേശം ഒരു 1 സെന്റിമീറ്ററോളം ജെൽ എഡ്ജിന്ന് വിട്ടിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ വോൾട്ടേജ് പറയുകയാണെങ്കിൽ ഒരു 120 വോൾട്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
ഈ ഒരു വോൾട്ടേജ് ആൻഡ് കറണ്ട് പറയുകയാണെങ്കിൽ 120 വോൾട്ട് 7 മില്ലി ആംബിയർ പെർ സ്ലൈഡ് ഫോർ 1 അവർ. ഒരു 1 അവർ ഒക്കെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്യാറുള്ളത്. പിന്നെ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്തനോള്, വാട്ടർ, അസറ്റിക് ആസിഡ് ആണ്. ആ ഒരു ബാൻഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ്സ് യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ അത്രയാണ് നമ്മൾ ബേസിക് ഇലക്ട്രോഫോറസിസിൽ പറയാനുള്ളത്. ഇലക്ട്രോഫോറസിസിന്റെ പ്രിൻസിപ്പിള്, നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ബേസിക് കമ്പോണൻസ്, അതുപോലെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് മീഡിയംസ് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു. ഇതോടെ ഇലക്ട്രോഫോറസിസ് കംപ്ലീറ്റ് ആവുന്നില്ല കേട്ടോ. ഓരോ പാർട്ടും നമ്മൾ പല പല ക്വസ്റ്റ്യൻസിലാണ് ഓരോ പോർഷൻസും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഓപ്ഷൻ എ ബ്ലഡ് ഷുഗർ, ഓപ്ഷൻ ബി ട്രാൻസാമിനേസ്, ഓപ്ഷൻ സി സെറം പ്രോട്ടീൻ, ഓപ്ഷൻ ഡി സെറം യൂറിൻ. ഈ പറഞ്ഞതില് എന്തിന്റെ സെപ്പറേഷൻ ആണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക? യെസ്, ഓൾറെഡി പറഞ്ഞു, സെറം പ്രോട്ടീൻസിനെ നമുക്ക് ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലഡ് ഷുഗറിനെയോ ബ്ലഡ് യൂറിയനെയോ ട്രാൻസാമിനേസിനെയോ ഒന്നും നമ്മൾ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഈ സെറം പ്രോട്ടീൻസിനെ മാത്രമാണോ? അല്ല അല്ലെ, നമുക്ക് സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്തിട്ട് നമുക്ക് ലിപ്പോപ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ DNA ആൻഡ് RNA ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ പ്രോട്ടീന്റെ മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും നമ്മൾ ഈ SDS പേജ് ഇലക്ട്രോഫോറസിസ് വഴി. ഓക്കെ, അതുപോലെ CSF പ്രോട്ടീനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഐസോ എൻസൈംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേഷന് വേണ്ടിയിട്ട് ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വാളിറ്റി കൺട്രോളിന്, അതായത് നമ്മളൊരു ബയോമോളിക്യൂൾസിന്റെ പ്യൂരിറ്റിയും അതുപോലെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടി ക്വാളിറ്റി കൺട്രോൾ പർപ്പസസിനൊക്കെ വേണ്ടി ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യും. ഒന്നുമില്ല, ഇപ്പൊ പ്രോട്ടീൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഹീമോഗ്ലോബിൻ സെപ്പറേഷൻസ്, ലിപ്പോപ്രോട്ടീൻസ്, DNA RNA, അതുപോലെ മോളിക്കുലാർ വെയിറ്റ്, പ്രോട്ടീന്റെ മോളിക്കുലാർ വെയിറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഐസോ എൻസൈംസിന്റെ ഡിറ്റക്ഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. CSF പ്രോട്ടീന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Regarding electrophoresis, all the following used for the staining protein except option A oil red, option B amido squads or amido black, option C bromophenol blue, option D azocarm. താഴെ പറഞ്ഞതില് ഒന്നൊഴിച്ചിട്ട്, ഒന്ന് നമുക്ക് പ്രോട്ടീന്റെ സെപ്പറേഷന് അല്ലെങ്കിൽ പ്രോട്ടീനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല എന്നാണ്. അപ്പൊ താഴെ കൊടുത്തതില് ഏതാണ് നമ്മൾ പ്രോട്ടീനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഓയിൽ റെഡ് അല്ലെ. ഓയിൽ റെഡ് നമ്മൾ ലിപ്പിഡ്സിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ താഴെ കൊടുത്ത ഓപ്ഷനിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടീനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഇലക്ട്രോഫോറസിസിൽ. പക്ഷേ ഓയിൽ റെഡ് നമ്മൾ എന്തിനെ സ്റ്റെയിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ലിപ്പിഡ്സിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. കാരണം നമ്മൾ സെപ്പറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അതായത് ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ട്രാക്കിംഗ് ഡൈസ് എന്ന് പറഞ്ഞത്. സോ അതിനെ ട്രാക്ക് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെയിൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഫസ്റ്റ് വൺ ആണ് അമിഡോ ഷ്വാർട്സ് ഓർ അമിഡോ ബ്ലാക്ക്. നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അമിഡോ നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലെ. അല്ലെങ്കിൽ അമിഡോ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻസിന് വേണ്ടിയിട്ട്. അതേപോലെ ഖുമാസി ബ്രില്യൻ ബ്ലൂ, അതും നമ്മൾ പ്രോട്ടീൻ സ്റ്റെയിൻസ് ആണ്. പിന്നെ ടാൻസിയോ എസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. സോ അതും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻ ബാൻഡ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ നൈട്രോ ബ്ലൂ ടെട്രാസോളിയം, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? NAD NADHന്റെ ഐസോ എൻസൈംസിന് വേണ്ടിയിട്ടാണ് നൈട്രോ ബ്ലൂ ടെട്രാസോളിയം യൂസ് ചെയ്യുന്നത്. സുഡാൻ ബ്ലാക്കും ഓയിൽ റെഡ് ഓയിൽ, അതായിരുന്നു നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞത് അല്ലെ. അത് ലിപ്പോ പ്രോട്ടീൻസിനാണ് നമ്മൾ സുഡാൻ ബ്ലാക്കും ഓയിൽ റെഡ് ഓയിലും യൂസ് ചെയ്യുന്നത്. പിന്നെ എഥിഡിയം ബ്രോമൈഡ് ഇല്ലേ, അത് നമ്മൾ
DNA നമുക്ക് ഓറഞ്ച് ഫ്ലൂറസൻസ് തരും. അതുപോലെ സിൽവർ നൈട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് CSF പ്രോട്ടീൻസിനാണ്. വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് സിൽവർ നൈട്രേറ്റ് CSF പ്രോട്ടീൻസിന് എന്നുള്ളത്. സോ അപ്പൊ നമ്മളിവിടെ പറഞ്ഞു സിൽവർ നൈട്രേറ്റ് നമുക്ക് CSF പ്രോട്ടീൻസിന് യൂസ് ചെയ്യാം. എഥിഡിയം ബ്രോമൈഡ് നമുക്ക് DNA വേണ്ടിയിട്ട്, DNA ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് ഫ്ലൂറസൻസ് ആണ് തരുന്നത്. സുഡാൻ ബ്ലാക്കും ഓയിൽ റെഡ് ഓയും നമുക്ക് ലിപ്പോ പ്രോട്ടീൻസിന് വേണ്ടി യൂസ് ചെയ്യാം. നൈട്രോ ബ്ലൂ ടെട്രാസോളിയം നമ്മൾ NAD അല്ലെങ്കിൽ NADH ഐസോ എൻസൈമിന്റെ സെപ്പറേഷനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അമിഡോ സ്ക്വാഡ്സ് ഓർ അമിഡോ ബ്ലാക്ക്, കുമാസി ബ്രില്യൻ ബ്ലൂ, പാൻസിയ എസ്, ഇതെല്ലാം നമ്മൾ പ്രോട്ടീൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോ ഇലക്ട്രോഫോറസിസിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന പല സ്റ്റെയിൻസും ഏതിനെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് സ്റ്റെയിൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The fraction of protein that move faster when subjected to protein electrophoresis is option A alpha globin, option B beta globin, option C albumin, option D gamma globin. ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ ഇലക്ട്രോഫോറസിസിൽ അയോൺസ് അതായത് ചാർജിന്റെ ബേസിലാണ് സെപ്പറേഷൻ നടക്കുന്നെങ്കിൽ കൂടി എന്തിനേയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സൈസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫാസ്റ്റസ്റ്റ് അതായത് സ്മോളർ മോളിക്യൂൾ ഫാസ്റ്റിൽ മൂവ് ചെയ്യും, ലാർജർ മോളിക്യൂൾ സ്ലോലി അതിന്റെ പുറകിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഫ്രാക്ഷൻ എന്നുള്ളത്, ദാറ്റ് ഈസ് ആൽബുമിൻ ആണ്. അപ്പൊ നമുക്ക് സെറം ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് 5 ബാൻഡ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബാൻഡ്സ്? അതിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം 3 ആയിട്ട് പറയാം. ആൽബുമിൻ, ഗ്ലോബുലിനെ ആദ്യം നമുക്ക് മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ആൽബുമിനും ഗ്ലോബുലിൻ. ഗ്ലോബുലിനെ തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം, ആൽഫ 1 ഗ്ലോബുലിൻ, ആൽഫ 2 ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ ആൻഡ് ഗാമ ഗ്ലോബുലിൻ. ഓക്കെ, നമുക്ക് മെയിൻലി 5 ഫ്രാക്ഷൻ, മെയിൻലി 2 എന്നാണ്, അതിൽ ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ആണ്. ഈ ഗ്ലോബുലിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു, ആൽഫ 1, ആൽഫ 2, ബീറ്റ ആൻഡ് ഗാമ. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ആൽബുമിൻ ആണ്. ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് ആരായിരിക്കും? ഗാമ ഗ്ലോബുലിൻ. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന നമുക്ക് 5 ബാൻഡ് കിട്ടും, ആൽബുമിൻ, ആൽഫ 1, ആൽഫ 2, ബീറ്റ, ഗാമ ഗ്ലോബുലിൻ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൽബുമിൻ ആണ്, ഏറ്റവും സ്ലോവസ്റ്റ് ഗാമ ഗ്ലോബുലിൻ ആണ്. ഇനി നമ്മൾ ജസ്റ്റ് എന്തിനാണ് ശരിക്കും ഈ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്? നമുക്ക് പല കണ്ടീഷൻസും നമുക്ക് ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. കാരണം ഈ ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്, അതിൽ വരുന്ന വേരിയേഷൻസ്. അപ്പോ നമുക്ക് ഓൾറെഡി ഒരു നോർമൽ പാറ്റേൺ ഉണ്ടാവും, എങ്ങനെയാണ് ഒരു സെറം ഇലക്ട്രോഫോറസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോഫോറസിസ് ബാൻഡ് ഉണ്ടാവുക എന്നുള്ള ഒരു നോർമൽ പാറ്റേൺ ഉണ്ടാവും. സോ അതിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പല അസുഖത്തിന്റെ ഡയഗ്നോസിസിനും അത് ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ ലിവർ ഡിസീസ് അല്ലെങ്കിൽ നെഫ്രോട്ടിക് ഡിസീസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ആൽബുമിന്റെ ബാൻഡ് അല്ലെങ്കിൽ ആൽബുമിന്റെ ബാൻഡ് ചെറുതാവും അല്ലെങ്കിൽ ആൽബുമിൻ കുറയും. അപ്പോൾ നമുക്ക് ആൽബുമിന്റെ ബാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ലിവറിനോ അല്ലെങ്കിൽ നെഫ്രോട്ടിക് ആയിട്ടുള്ള പ്രോബ്ലംസോ ഉണ്ട് എന്നുള്ളത്. കാരണം ലിവർ ആണ് മെയിൻലി ആൽബുമിനെ എന്ത് ചെയ്യുന്നത്? യെസ്, ആൽബുമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലിവറിന്റെ പ്രശ്നം, നെഫ്രോട്ടിക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ കിഡ്നിന്റെ പ്രശ്നം. കാരണം ആൽബുമിന്റെ എക്സ്ക്രീഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന റീ അബ്സോർപ്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവുമ്പോഴും ലിവറിന് പ്രശ്നം ഉണ്ടാവുമ്പോഴും ആൽബുമിന്റെ ലെവൽ നന്നായിട്ട് കുറയും. അപ്പൊ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്ത് ആൽബുമിന്റെ ബാൻഡ് ചെറുതാവും. ഓക്കെ, സോ ഇനി ഗാമ ഗ്ലോബുലിൻ. അപ്പോ ആൽബുമിന്റെ ബാൻഡ് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഇനി ഗാമ ഗ്ലോബുലിൻ. സാധാരണ ഗാമ ഗ്ലോബുലിന്റെ ബാൻഡ് ഇങ്ങനെയാണെങ്കിൽ അത് കൂടുന്ന കണ്ടീഷൻസ് ഉണ്ടാവാം, ഇങ്ങനെ വലിയ ബാൻഡ്സ് ആയിട്ട് മാറും. എപ്പോഴാണ്? ഈ സിറോസിസിന്റെ സമയത്തും അതുപോലെ ക്രോണിക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്ന സമയത്തും. നമുക്കറിയാം ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഗാമ ഗ്ലോബുലിൻസ് ആണ് അല്ലെ. സോ അപ്പൊ എന്തെങ്കിലും ക്രോണിക് ഇൻഫെക്ഷൻസും സിറോസിസ് ഉണ്ടാവുന്ന സമയത്ത് ഗാമ ഗ്ലോബുലിന്റെ ബാൻഡ്സ് കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ മൈലോമിന്റെ കേസിൽ ഷാർപ്പ് എം ബാൻഡ് കാണാൻ പറ്റും, എം സ്പൈക്ക്. അത് ഈ എം ബാൻഡ് കാണുന്ന എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗാമ
റീജിയൻസിൽ തന്നെയാണ് കേട്ടോ, ഗാമാ ഗ്ലോബുലിന്റെ റീജിയൻസിൽ തന്നെയാണ് നമുക്ക് എന്ത് കാണുന്നത്, എം ബാൻഡ് കാണാൻ പറ്റും. സോ അതിന് നിങ്ങൾ ആദ്യം നമ്മളെ നോർമൽ സെറം പ്രോട്ടീന്റെ ആ ഒരു ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നോർമൽ സെറം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ആൽബുമിൻ, ആൽഫ 1, ആൽഫ 2, ബീറ്റ, ഗാമ, ഇങ്ങനെയാണ് മെയിൻലി നോർമൽ സെറം പ്രോട്ടീന്റെ ബാൻഡ് വരുന്നത്. ഇത് ആൽബുമിൻ ആണ്, ആൽഫ 1, ആൽഫ 2, ബീറ്റ, ഗാമ. സോ ഇതില് ആൽബുമിൻ കുറഞ്ഞാൽ നമുക്ക് ലിവർ ഡിസീസ്, നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ സജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു എക്സ്ട്രാ എം ബാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ മൈലോമയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ അതുപോലെ ഗാമാ ഗ്ലോബുലിൻ കൂടുകയാണെങ്കിൽ നമ്മൾ ക്രോണിക് ഇൻഫെക്ഷൻസും സിറോസിസും ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില കേസിൽ ഈ ഗാമാ റീജിയൻ ഉണ്ടാവില്ലേ, ഈ ഗാമാ റീജിയനേ ഉണ്ടാവില്ല, ഡിക്രീസ്ഡ് ഗാമാ റീജിയൻ ആയിരിക്കും. സോ അപ്പൊ നമ്മൾ എന്താണ്, ഹൈപ്പോഗ്ലാമാ ഗ്ലോബുലിനീമിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ പോസിബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹൈപ്പോഗാമാ ഗ്ലോബുലിനീമിയാണ്. സോ അതാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്തിനാ നമ്മളത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻസ് ഉണ്ടാവും. നമ്മൾ ഹീമോഗ്ലോബിൻ എ, ഹീമോഗ്ലോബിൻ എഫ്, ഹീമോഗ്ലോബിൻ A2 ഒക്കെ പറയാറുണ്ട് അല്ലെ. സോ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്. HbS, HbC, HbF, HbH ഒക്കെ. അപ്പൊ നോർമൽ ഹീമോഗ്ലോബിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HbA ഉണ്ടാവും, അതുപോലെ തന്നെ HbF ഉണ്ടാവും, HbA2 ഉണ്ടാവും. കാരണം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് HbA നെ ആയിരിക്കും. മോഡറേറ്റ്ലി HbFഉം സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് HbA2. ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബാൻഡ്സ്. എന്നാൽ നമുക്ക് അബ്നോർമൽ ആയിട്ട് കുറെ ബാൻഡ്സ് കിട്ടാറുണ്ട്. അപ്പോൾ HbA നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ ആയിട്ടുള്ള അഡൽട്ട് ഹീമോഗ്ലോബിൻ ആണ്. സോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ വേരിയന്റ് ആണ് HbA എന്ന് പറയുന്നത്. എന്നാൽ HbF കാണാൻ പറ്റുന്നത് ഏത് കേസിലാണ്? HbF എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് മൂവ്മെന്റ് ആണ്, ഇൻക്രീസ്ഡ് ഇൻ ബീറ്റാ താലസീമിയ. HbF കാണുന്നത് എവിടെയാണ്? ബീറ്റാ താലസീമിയയില് HbF എന്ത് ചെയ്യും? കൂടും. ഓക്കെ, നോർമലി HbF കാണുമെങ്കിലും പക്ഷേ അതിന്റെ തിക്നെസ് എന്ത് ചെയ്യും? കൂടുന്നുണ്ട് ബീറ്റാ താലസീമിയയിൽ. എന്നാൽ HbA2 എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്, പക്ഷെ അത് കൂടുന്നത് HbA2 കൂടുന്നത് ഏതിലായിരിക്കും? ബീറ്റാ താലസീമിയ ട്രേറ്റിലെ HbA2 എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ഇനി സിക്കിൾ സെൽ അനീമിയന്റെ കേസിലാണെങ്കിൽ HbS കാണും. HbS കാണും, സ്ലോസ്റ്റ് ആണ്, HbS കാണാൻ പറ്റും. ഇനി HbH ഡിസീസില് HbH കാണാൻ പറ്റും. അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ് കേട്ടോ, ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ആണ് ഈ HbH എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോർമലിന്റെ കേസിൽ HbAയും ഉണ്ടാവും, HbFഉം HbA2 ആണ് ഉണ്ടാവുക. ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് HbA ആണ്. സോ അത് HbA എന്ന് പറയുന്നത് നോർമൽ അഡൽട്ട് ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ HbF സ്മോളർ അമൗണ്ടിൽ ഉണ്ടെങ്കിലും അത് കൂടുന്ന ഒരു കേസാണ് ഈ ബീറ്റാ താലസീമിയ എന്ന് പറയുന്നത്. HbA2 കൂടുന്ന കേസാണ് ബീറ്റാ താലസീമിയ ട്രേറ്റ്. സിക്കിൾ സെൽ അനീമിയയിൽ എന്ത് കാണും? HbS കാണാൻ പറ്റും. HbH ഡിസീസിൽ എന്ത് കാണാൻ പറ്റും? HbH കാണാൻ പറ്റും. അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, എല്ലാത്തിനെയും കമ്പയർ ചെയ്യാൻ പറ്റും ഫാസ്റ്റസ്റ്റ് എന്ന് പറയാം. സോ അതൊക്കെ അബ്നോർമൽ ആണ് കേട്ടോ. ഇനി ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്. ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ലിപ്പോപ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യും, ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെയാ കിട്ടുക? കൈലോമൈക്രോൺസ് ഉണ്ടാവും, VLDL ഉണ്ടാവും, LDL ഉണ്ടാവും, HLDL. ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് HDL ആണ്. ഇന്റർമീഡിയറ്റ് മൂവ് ചെയ്യുന്നത് LDL-ഉം സ്ലോ മൂവ് ചെയ്യുന്നത് VLDL-ഉം ആണ്. കൈലോമൈക്രോൺസിന് മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക? ഫാസ്റ്റസ്റ്റ് മൂവിങ് ആയിട്ടുള്ള HDL, അതിനേക്കാളും കുറച്ച് മൂവ്മെന്റ് ഇന്റർമീഡിയറ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള LDL, ദെൻ VLDL, ദെൻ നോ മൂവ്മെന്റ് ഉള്ള കൈലോമൈക്രോൺസ്. ഓക്കെ, സോ ഇനി അതിന്റെ എന്താണ് നമുക്ക് ക്ലിനിക്കൽ കണ്ടീഷൻസ് പഠിക്കാം. ഈ കൈലോമൈക്രോൺസ് മൂവ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ്?
യെസ്, ടൈപ്പ് 1 ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയയില് നമുക്ക് കൈലോമൈക്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് 4 ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയയില് VLDL ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് 2A ഫെമിലിയൻ ഹൈപ്പർ കൊളസ്ട്രോളീമിയയില് LDL കൂടും. അതുപോലെ തന്നെ അത്തിറോസ്ക്ലിയറോസിന്റെ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് HDL കുറയും. HDL കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിന്റെ റിസ്ക് ഉണ്ടെന്നാണ്? അത്തിറോസ്ക്ലിയറോസ്. കാരണം HDL എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. അപ്പൊ HDL കുറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. HDL കുറഞ്ഞാലും പ്രശ്നമാണ്, ഈ LDL VLDL ഒക്കെ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഓരോന്നും എവിടെയാണ് കൂടുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? നോട്ട് ചെയ്ത് വെക്കുക. സോ ഞാൻ മൊത്തത്തിൽ നമ്മളെ HB പ്രോട്ടീൻ, ലിപ്പോപ്രോട്ടീൻ, ഇലക്ട്രോഫോറസിസ് ഒന്ന് കമ്പയർ ചെയ്യാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മള് എന്താണ് ഇതിന്റെ ഓരോന്നിന്റെ പർപ്പസ്. അപ്പൊ HB ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ വേരിയൻസിനെ ഡിറ്റക്ട് ചെയ്യുക. ഇപ്പൊ HbSനെ, HbFനെ ഇതിനൊക്കെ കണ്ടുപിടിക്കാനാണ്. ലിപ്പോപ്രോട്ടീൻ്റെതാണെങ്കിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ലിപ്പോപ്രോട്ടീൻ, ഇപ്പൊ കൈലോമൈക്രോണ്, VLDL, LDL ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്യാറുള്ളത്. സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ആണെങ്കിൽ സെറം പ്രോട്ടീൻ ഫ്രാക്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ഓരോന്നും നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ എങ്ങനെയാ? ഹീമോഗ്ലോബിന്റെ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ വൂൾ ബ്ലഡ് എടുത്തിട്ട് അതിനെ ഹീമോലൈസ് ചെയ്തിട്ടാണ്. കാരണം നമുക്ക് HBനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് RBCനെ പൊട്ടിക്കണം. സോ ഹീമോലൈസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ലിപ്പോപ്രോട്ടീന്റെ കേസിൽ സെറം അല്ലെങ്കിൽ പ്ലാസ്മയാണ് നമ്മൾ എടുക്കുന്നത്. സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് വേണ്ടത് സെറമാണ്. ഇനി ക്ലിനിക്കൽ യൂസ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിനോപ്പതീസ് അല്ലെ, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തന്നെ താലസീമിയ, ഇതിന്റെയൊക്കെ ഡിറ്റക്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിപ്പോപ്രോട്ടീന്റെ കേസിലാണെങ്കിൽ ലിപ്പിഡ് ഡിസോർഡേഴ്സ് ഇല്ലേ, ഈ കാർഡിയോവാസ്കുലർ അത്തിറോസ്ക്ലിയറോസിസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പോപ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ പറ്റും. സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ആണെങ്കിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ലിവർ ഡിസീസ്, ക്രോണിക് ഇൻഫ്ലമേഷൻസ്, മൾട്ടിപ്പിൾ മൈലോമ, എംബാൻഡ് ഒക്കെ കണ്ടുപിടിക്കുന്നത് സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്തിട്ടാണ്. സോ അങ്ങനത്തതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസും ചെയ്യാം. ഇനി നമുക്ക് കമ്പോണൻസ് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിലാണ് മെയിൻലി നമുക്ക് കിട്ടുന്നത് HbA, HbS, HbC, HbF, HbA2. ഇതൊക്കെ നമുക്ക് നോർമൽ പ്ലസ് അബ്നോർമൽ ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ലിപ്പോപ്രോട്ടീന്റെ കേസിലാണെങ്കിൽ HDL, LDL, VLDL, കൈലോമൈക്രോൺസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പ്രോട്ടീന്റെ ആണെങ്കിൽ ആൽബുമിൻ, α1, α2, ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബുലിൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെപ്പറേഷൻ എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഹീമോഗ്ലോബിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിന്റെ ചാർജും അതിന്റെ സ്ട്രക്ചറിന്റെയും ബേസിലാണ് ഹീമോഗ്ലോബിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ലിപ്പോപ്രോട്ടീന്റെ കേസിലാണെങ്കിലും ചാർജിന്റെയും സൈസിന്റെയും ബേസിലാണ്. പ്രോട്ടീന്റെ കേസിലാണെങ്കിലും ചാർജിന്റെയും സൈസിന്റെ ബേസിൽ. കോമൺലി നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ചാർജിന്റെയും സൈസിന്റെയും ബേസിൽ തന്നെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസിൽ കോമ്പണന്റിനെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം. നമുക്ക് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിനെ നമുക്ക് സെല്ലുലോസ് അസറ്റേറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സെല്ലുലോസ് അസറ്റേറ്റ് വേണമെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ. സോ സെല്ലുലോസ് അസറ്റേറ്റോ അഗാറോസ് ജെല്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോ ലിപ്പോപ്രോട്ടീന്റെ കേസിലാണെങ്കിൽ നമുക്ക് അഗാറോസ് ജെല്ല്, അതുപോലെ പേപ്പർ ഒക്കെ നമുക്ക് മീഡിയം ആയിട്ട് യൂസ് ചെയ്യാം. പ്രോട്ടീന്റെ കേസിലാണെങ്കിലും അഗാറോസ് ജെല്ലും സെല്ലുലോസ് അസറ്റേറ്റ് ഒക്കെ നമുക്ക് മീഡിയം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റെയിനിങ് മെത്തേഡ് നമുക്കെന്ന് പറയുമ്പോൾ നമ്മള് ഹീമോഗ്ലോബിന്റെ കേസിൽ നമ്മൾ ആസിഡ് ബ്ലൂ ഒക്കെയാണ് HBനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ലിപ്പോപ്രോട്ടീന്റെ കേസിൽ നമുക്ക് സുഡാൻ ബ്ലാക്ക്, ഓയിൽ റെഡ് ഒക്കെ നമുക്ക് ലിപ്പിഡ് സ്റ്റെയിൻ ആയിട്ട് ലിപ്പോപ്രോട്ടീന്റെ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പ്രോട്ടീന്റെ സ്പെസിഫിക് സ്റ്റെയിൻ ആയിട്ട് കുമാസി ബ്ലൂ, നമ്മൾ ഓൾറെഡി ആ ഒരു ഓരോ ഏരിയയിലും പ്രോട്ടീന് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലിപ്പിഡിന് റീയൂസ് ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് പഠിച്ചതാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ കുമാസി ബ്ലൂ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രോഫോററ്റിക് പാറ്റേൺ
പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് HBക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബാൻഡ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. HB നോർമൽ ആണെങ്കിൽ HbA-യും HbF-ഉം HbA2-ഉം കാണാൻ പറ്റും. അതുപോലെ ലിപ്പോപ്രോട്ടീന്റെ കേസിലാണെങ്കിൽ കൈലോമൈക്രോൺസും LDL-ഉം LDL-ഉം HDL-ഉം കാണാൻ പറ്റും. അതുപോലെ പ്രോട്ടീന്റെ കേസിൽ ആൽബുമിനും ആൽഫ 1 ആൽഫ 2 ബീറ്റ ഗാമ ഗ്ലോബുലിൻസ് കാണാൻ പറ്റും എന്നുള്ളത്. സോ നോർമൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇനി അബ്നോർമൽ ആയിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം സിക്കിൾ സെല്ലിൽ എങ്ങനെ കാണാം, HbH ഡിസീസിൽ എങ്ങനെ കാണാം, അതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ മൈലോമയിൽ എങ്ങനെ കാണാം, അതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. സോ അതൊന്നും ഞാൻ വീണ്ടും ഒന്ന് ഓർഡർ ആയിട്ട് ഒരു ടേബിൾ ആക്കിയെന്ന് മാത്രമാണ്. സോ ആ ഒരു ഏരിയയും കൂടി നിങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ SDS page electrophoresis, option A protein move towards the anode, option B protein move towards the cathode, option C even multimetric protein produce single sharp band, option D pH of the buffer is 6.8. കറക്റ്റ് ആൻസർ എന്താണ്? ദ പ്രോട്ടീൻ മൂവ്സ് ടുവേർഡ്സ് ദി ആനോഡ്. അതായത് പ്രോട്ടീൻസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? ആനോഡിലേക്ക്. ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അല്ലെ. അതെങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, നമ്മുടെ SDS പേജ് ഇലക്ട്രോഫോറസിസിൽ നമ്മൾ SDS അതായത് സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനാണ് ഈ സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്കൊരു നെറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടും. ആ നെറ്റ് നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ഇലക്ട്രോഡ്സിലേക്ക്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആനോഡ്. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു കറക്റ്റ് ആൻസർ പറഞ്ഞത്. നമുക്ക് നോക്കാം. SDS പേജ് ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ സോഡിയം ഡോഡിസൈൽ സൾഫൈഡ് പോളിഅക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ മോളിക്കുലാർ വെയിറ്റ്. നമ്മൾ ഈ SDS യൂസ് ചെയ്ത് പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സൈസ് ഓർ മോളിക്കുലാർ വെയിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ്. SDSന്റെ ഫംഗ്ഷൻ എന്താണ്? യെസ്, ദാറ്റ് ഡീനാച്ചുർ ദ പ്രോട്ടീൻ ആൻഡ് ഗിവ് ദ യൂണിഫോം നെഗറ്റീവ് ചാർജ്. സോ നെഗറ്റീവ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യും. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്യും. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജെൽ എന്ന് പറയുന്നത് പോളി അക്രിലാമൈഡ് ജെല്ലാണ്. രണ്ട് ടൈപ്പ് ഓഫ് ജെൽസ് അവിടെയുണ്ട്. സ്റ്റോക്കിംഗ് ജെൽസും ഉണ്ടാവും, റിസോൾവിംഗ് ലെയർ ഉണ്ടാവും. ഈ സ്റ്റോക്കിംഗ് ജെൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന pH 6.8 4% അക്രിലാമൈഡ് ആണ്. കോൺസെൻട്രേറ്റ് ദ പ്രോട്ടീനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ് നമ്മുടെ സ്റ്റോക്കിംഗ് ജെല്ലിന്റെ പർപ്പസ് വരുന്നത്. എന്നാൽ സെപ്പറേറ്റിംഗ് ജെൽ നമ്മൾ പറഞ്ഞാൽ ഈ റിസോൾവിംഗ് ജെല്ലിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന pH എന്ന് പറയുന്നത് 8.8 ആണ്. അവിടെ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൂടിയതാണ് അല്ലെ. 4% ആണ് സ്റ്റോക്കിംഗ് ജെൽ എങ്കിൽ ഇവിടെ നമ്മൾ 10 to 15% ആണ് കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പ്രോട്ടീനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെപ്പറേറ്റിംഗ് ജെല്ലിന്റെ പർപ്പസ് വരുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻ എങ്ങനെയായിരിക്കും? SDS വെച്ചിട്ട് നമ്മൾ അതിനെ ഡീനാച്ചുർ ചെയ്താൽ നെറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടുമല്ലോ. സോ നെഗറ്റീവ് ടു പോസിറ്റീവ്ലി ചാർജ്ഡ് കാഥോഡിലേക്കായിരിക്കും എന്ത് വരുന്നത്? മൂവ്മെന്റ് വരുന്നത്. സോ സ്മോളർ പ്രോട്ടീൻസ് ഫാസ്റ്റർ ആയിട്ട് അവിടെ മൂവ് ചെയ്യും. ലാർജർ പ്രോട്ടീൻസ് മൂവ്മെന്റ് സ്ലോ ആയിരിക്കും. സോ മെയിൻ റിയേജൻസ് ആയിട്ട് നമ്മൾ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? SDS-ഉം പോളിഅക്രിലാമൈഡും ടെമേഡും ബഫറും ഈ ട്രാക്കിംഗ് ഡൈസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ നമ്മൾ ഏതിനെയാണ്? പ്രോട്ടീൻസിനെ ആണെങ്കിൽ നമുക്ക് അവിടെ കുമാസി, ബ്രില്യൻ ബ്ലൂം, സിൽവർ സ്റ്റെയിൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷ്വലൈസേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ SDS പേജ് ഇലക്ട്രോഫോറസിസിൽ നമുക്ക് പറയാനുള്ളത്.